ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വാഹകരായി അനേകം വൈദികരിത പുതിയ കാലഘട്ടത്തിൽ പുതിയ ശുശ്രൂഷകളുമായി മുന്നേറുന്നു. പ്രതിസന്ധികളും വെല്ലുവിളികളും അതിജീവിച്ച് അവർ സാക്ഷികളാകുന്നു. ഇത് നിരവധി വർഷങ്ങളായി കുടുംബങ്ങളെ കേന്ദ്രീകരിച്ച് ഏകം എന്ന പേരിൽ ദമ്പതി ധ്യാനം സംഘടിപ്പിക്കുന്ന കപ്പുച്ചിൻ സഭാംഗമായ ഫാദർ പീറ്റർ പഞ്ഞിക്കാരൻ, കപ്പുച്ചിൻ സഭാംഗങ്ങളായ ഫാദർ ഡേവിസ് തോട്ടപ്പള്ളി അച്ഛനോടും ഫാദർ വർഗീസ് വാഴയിൽ അച്ഛനോടുമൊപ്പം കേരളത്തിനും പുറത്തും കുടുംബങ്ങളിൽ സ്വർഗീയ ശാന്തി നിറയ്ക്കുവാനുള്ള പ്രത്യേക ശുശ്രൂഷകളും ക്ലാസുകളുമായി ഈ ഏകം എന്ന ധ്യാനങ്ങൾ ഇവർ സംഘടിപ്പിക്കുന്നു. ഗാർഹിക സഭയായ കുടുംബത്തിന് ഈ കാലഘട്ടത്തിൽ നൽകേണ്ട സഭാ ശുശ്രൂഷകളെക്കുറിച്ചും തൻ്റെ ദൈവവിളിയുടെ മഹത്വത്തെക്കുറിച്ചും പീറ്റർ അച്ഛൻ നമ്മോട് പങ്കുവെക്കുന്നു. പീറ്റർ അച്ഛ, ശാലോം ടി വിയിലെ ജോഷു എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നന്ദി. ഫാദർ പീറ്റർ പഞ്ഞിക്കാരൻ അല്ലേ? അതെ. അച്ഛൻ്റെ വീട് ഒരു പഞ്ഞിക്കാരൻ. അച്ഛൻ കപ്പുച്ചിൻ സഭാംഗമാണ്. അച്ഛൻ്റെ വീട് എവിടെയാണ് അച്ഛൻ? നാട് മാളയെടുത്ത് പൊയ്യ എന്ന ഗ്രാമം. പൊയ്യ, ഇടവകയും പൊയ്യാണ് അല്ലേ? ഇടവക പള്ളി പൊയ്യാണ്. അച്ഛൻ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന എവിടെയാണ്? ഞാനിപ്പോൾ കാൽവരി ആശ്രമം പൂത്തോൾ തൃശ്ശൂർ അവിടെ ശുശ്രൂഷ ചെയ്യുന്നു. ഒരു ധ്യാന പ്രോഗ്രാമായിട്ട് ഏകം ദമ്പതി ദർശന ധ്യാനമായിട്ട് നീങ്ങുന്നു. തീർച്ചയായിട്ടും അത്തരം വിശേഷങ്ങൾ നമുക്ക് കേൾക്കണം. എന്നാലും വീട്ടിൽ ഈ പൊയ്യയിൽ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അച്ഛാ? എൻ്റെ വീട്ടിൽ അപ്പനും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ. പക്ഷെ നിങ്ങൾ എത്ര മക്കൾ? ഞങ്ങൾ 5 മക്കളാണ്. ഞാൻ 4ാമത്തെ പുത്രനാണ്. 4 ആണും ഒരു പെണ്ണും ആണുള്ളത്. താഴെ അനുജത്തിക്ക് തൊട്ട് മുകളിലാണ് അച്ഛൻ. ആണുങ്ങളിൽ 4ാമത്തെ ആളാണ്. അതെ അതെ, 4ാമത്തെ. അപ്പം അച്ഛന് എത്ര വർഷമായി ഇപ്പോൾ വൈദികനായിട്ട്? ഞാൻ വൈദികനായിട്ട് 22 വർഷം. 22 വർഷത്തെ കഴിഞ്ഞു. അച്ഛൻ 10ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിൽ പോകുമായിരുന്നു? അതെ, 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സെമിനാരിയിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടി. കപ്പുച്ചിൻ സഭയിൽ ചേരണമെന്ന ആഗ്രഹം വന്നു. അങ്ങനെ നമുക്കൊരു തീർച്ചയായിട്ടും ആകാംക്ഷയുള്ള ഒരു കാര്യം, എങ്ങനെയാണ് അച്ഛൻ്റെ ഈ ഒരു ദൈവവിളി തിരിച്ചറിഞ്ഞത് നമുക്ക് അറിയാൻ താല്പര്യമുണ്ട്. കാരണം കുഞ്ഞുനാളും ചിലർ പറയും കുഞ്ഞുനാൾ മുതൽ ഞാനിങ്ങനെ ആഗ്രഹിച്ചു. എങ്ങനെയാണ് അച്ഛൻ്റെ ഒരു ദൈവവിളി ഉണ്ടെന്ന് അച്ഛൻ തിരിച്ചറിയുക, അല്ലെങ്കിൽ പൗരോഹിത്യത്തിലേക്കുള്ള ആ വഴി എങ്ങനെ നടന്നു തുടങ്ങി? തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു ദൈവവിളി ഉണ്ട് എന്ന് മനസ്സിലായത് ഞാൻ എൻ്റെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൃശ്ശൂർ മോഡൽ ബോയ്സ് സ്കൂളിൽ തൃശ്ശൂർ പഠിക്കുമ്പോഴാണ് എനിക്ക് ഈ ദൈവവിളിയെക്കുറിച്ചുള്ള ചിന്ത വന്നത്. അതായത് അവിടെ തൊട്ടടുത്ത് ഒരു 1/2 കിലോമീറ്റർ അപ്പുറം കപ്പുച്ചിൻ ആശ്രമം, ഈ കാൽവരി ആശ്രമം അവിടെ ഉണ്ട്. അവിടെ നിന്നും ബ്രദേഴ്സ് എല്ലാ വ്യാഴാഴ്ച തോറും സന്ദർശനത്തിനായിട്ട് വരും. സ്കൂളിൽ വരും. അതുകൂടാതെ വീട്ടിലേക്കും വന്നിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പലപ്പോഴും എൻ്റെ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകതയുള്ളത്, അപ്പൻ വളരെ നല്ലൊരു പഞ്ച്വൽ, സമയനിഷ്ഠയും അതുപോലെ തന്നെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് പോകുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് കുറച്ച് സ്ട്രിക്റ്റ് കൂടുതലാണ്. അപ്പോൾ ആ സ്ട്രിക്റ്റുള്ള കുടുംബത്തിലേക്ക് ഈ അച്ഛന്മാരുടെ വരവ് എനിക്ക് വളരെ ഉപകാരപ്പെട്ടതായിട്ട് തോന്നി. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ പഠിക്കുന്നതിലും എല്ലാത്തിലും ഒരു ഓർഡർ കിട്ടാൻ വേണ്ടി അപ്പനും അമ്മയും ഒക്കെ വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട്. അവർ ഒത്തിരി അധ്വാനിച്ച് കടന്നു വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ എൻ്റെ ഭാഗത്തു നിന്നും ശരിയായ റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ അത് അമ്മ അപ്പനോട് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ എന്നതൊക്കെ ഈ പിള്ളേർ ചെയ്തു എന്നൊക്കെ. അപ്പോൾ ഇത് പറഞ്ഞ് കേൾക്കുമ്പോൾ അപ്പൻ അധ്വാനത്തിൻ്റെ ക്ഷീണത്തിൽ വരുന്നതായിരിക്കും. അപ്പോൾ മക്കൾ ഈ പറഞ്ഞതുപോലെ വിചാരിച്ച ഒരു നല്ലൊരു ഫലം തരുന്നില്ല എന്ന് അറിയുമ്പോൾ അപ്പന് പെട്ടെന്ന് അരിശം വരും. പക്ഷേ ഈ അപ്പൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്. അപ്പം വരുമ്പോൾ എന്തെങ്കിലും ഓഫീസിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും ജിലേബിയോ ലഡുവോ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഏറ്റവും ആദ്യം ഞങ്ങൾ വിളിച്ച് ആരുടെയെങ്കിലും പേര് വിളിച്ച് അവരുടെ കയ്യിലേക്ക് തരും. അത് ഇങ്ങനെ ഞങ്ങൾ ഈ 5 മക്കളും അപ്പനും അമ്മയ്ക്കുള്ള 7 കഷ്ണങ്ങളായിട്ട് അത് തിരിച്ച് എല്ലാവർക്കും കൊടുക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അമ്മ ഇന്ന് പീറ്റർ മോൻ പഠിച്ചില്ല, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയൊക്കെ കുസൃതിയായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളിരുന്ന് വലിയ വായനയിലായിരിക്കും. പക്ഷെ അപ്പൻ അത് പെട്ടെന്ന് അതിലുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ കണ്ടെത്തും ചിലപ്പോൾ.
എന്നിട്ട് അതിനെ തുടർന്നിട്ടായിരിക്കും ശിക്ഷ. ഇതിന് നേരത്തായിരിക്കും കോളിംഗ് ബെൽ അടിക്കണേ. ഇപ്പോൾ വ്യാഴാഴ്ചയൊക്കെ ആണെങ്കിൽ ബ്രദേഴ്സോ അച്ഛന്മാരോ ആരെങ്കിലുമൊക്കെ കുടുംബത്തിലേക്ക് വരുന്ന സമയം ഞങ്ങൾ ഈ അച്ഛന്മാർ വന്നു കോളിംഗ് ബെൽ അടിച്ച് അപ്പം തന്നെ ആയിരിക്കും തുറക്കുക. പക്ഷേ ഞാനത് ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടാവും, ഇതുവല്ല അച്ഛന്മാരായിരിക്കണേ, ഈ കുടുംബത്തിൽ ഇപ്പോൾ വലിയൊരു സംഭവം ഉണ്ടാകാൻ പോകുമല്ലോ എന്നൊക്കെ ആയിരുന്നു പ്രാർത്ഥന. പക്ഷേ അപ്പനിങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഈ കോളിംഗ് ബെല്ലടിച്ച് വാതിൽ തുറന്നു നോക്കുമ്പോൾ അച്ഛൻ ഉടനെ അച്ഛന് നേരെ കൈകൂപ്പി ആ അച്ഛനെ സ്വീകരിക്കുന്നത് എൻ്റെ മനസ്സിൽ നിന്ന് ഇന്ന് ഒരിക്കലും പോകാൻ പറ്റാത്തൊരു ചിത്രമാണത്. അച്ഛനെ സ്വീകരിക്കുന്നു. അങ്ങനെ വിളിച്ചു കൊണ്ടുവന്ന് അവരെ പ്രാർത്ഥന മുറിയിലേക്ക് ഇരുത്തുന്നു, വർത്തമാനം പറയുന്നു. ഇതെല്ലാം എൻ്റെ മനസ്സിനെ ഒത്തിരിയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അച്ഛൻ്റെ പ്രസൻസ് ഒരു കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ നേരം വരെ ഉണ്ടായിരുന്ന ആ ഒരു അസമാധാനം അതും മറികടക്കാനും ഒരു ദൈവികമായിട്ട് മാറാനും അത് വളരെയധികം ഉപകരിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കി. അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ പേരെന്നാ? അപ്പച്ചൻ്റെ പേര് വർഗീസ് എന്നാണ്, അമ്മയുടെ പേര് മേഴ്സി വർഗീസ്. ഈ അപ്പൻ വളരെ സ്നേഹവും സ്ട്രിക്റ്റൊക്കെ ആണെങ്കിൽ അങ്ങനെ, അത് കഴിഞ്ഞിട്ട് ചില നേരത്ത് തെറ്റിനേക്കാൾ വലിയ ശിക്ഷയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഈ അച്ഛന്മാർ വന്നു കഴിഞ്ഞ് ഇതെല്ലാം അപ്രത്യക്ഷമാകും. അപ്പോൾ ഇത് എന്നെ കൂടെ കൂടെ ചിന്തിപ്പിച്ചിരുന്നു. അന്ന് തൃശ്ശൂർ മോഡൽ ബോയ്സ് സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരുന്നെങ്കിലും ആ പഠനത്തിലൊക്കെ ഞാൻ മുൻപന്തിയിലാകാൻ പരിശ്രമിച്ചെങ്കിലും എൻ്റെ കഴിവ് ഇത്രയേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷേ ഞാൻ അവിടെ ആ ക്ലാസ് മുറിയിൽ വളരെ അട്രാക്റ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യും. നേരത്തെ വന്ന് ക്ലാസ് മുറി അടിച്ച് വെടുപ്പാക്കി അത് ഡെസ്കെല്ലാം തുടച്ച് നേരെയാക്കിയൊക്കെ ഇടും. ഇത് ക്ലാസ് ടീച്ചർ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടീച്ചർ വന്ന് ക്ലാസ്സിൽ വന്ന് അവരുടെ മുമ്പിൽ വെച്ച് പീറ്ററെ അവൻ 3-3.5 കിലോമീറ്റർ നടന്നു വന്ന് ഏറ്റവും ആദ്യം വന്ന് ക്ലാസ് മുറിയൊക്കെ വെടുപ്പാക്കി അങ്ങനെയൊക്കെ നിൽക്കുന്നൊരു കുട്ടിയാണ്. നിങ്ങൾ ഇവനെ പോലെയൊക്കെ ആകണം. ഈ 10-60-65 സ്റ്റുഡൻസ് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവരിത് പറയുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒത്തിരി എന്നിലുള്ള സന്തോഷവും അഭിമാനവും ഒക്കെ കൂടുന്നതായിട്ട് എനിക്ക് തോന്നി. അവരുടെ ആ നിരന്തരമായ പ്രോത്സാഹനം. അതുപോലെ അപ്പനാണെങ്കിലും തിരിച്ച് ക്ലാസ്സിൽ നിന്നും വരുമ്പോൾ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ലെങ്കിലും ഞങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്ന ഒരു മനോഭാവം. അപ്പം അതിലുള്ള തെറ്റുകളും കുറ്റങ്ങളും കണ്ട ഉടനെ അത് എടുത്ത് ചൂണ്ടിക്കാണിച്ച് അത് തിരുത്താനും ഒക്കെ ഇടവന്നിട്ടുണ്ട്. വളരെ നല്ലൊരു ചിട്ടയായിട്ടുള്ളൊരു കുടുംബമായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊരു കപ്പുച്ചിൻ വൈദികനായിട്ട് ഓരോ വീടുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരുടെ കുടുംബങ്ങളിലെ ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് കേൾക്കാനും അങ്ങനെ ഒരു ആശ്വാസം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിക്കൂടാ എന്ന് ഞാൻ പലവട്ടവും ചിന്തിച്ചിട്ടുണ്ട്. അതിനെ തുടർന്നിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു വിളി സ്വീകരിക്കാൻ തീരുമാനിച്ചത്. ഈ ഒരു വൈദികനാവാനുള്ള തീരുമാനം വീട്ടിൽ എല്ലാവർക്കും സന്തോഷമായിരുന്നു? വലിയ സന്തോഷം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ 4ാമത്തെ പുത്രനായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ വൈദിക പഠനത്തിന് പോകാണെന്ന് പറയുമ്പോൾ എന്താ റെസ്പോൺസ് വരുന്ന പറഞ്ഞോട് മൂത്ത ചേട്ടന് അച്ഛനാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛനാകാൻ അവർക്ക് ഈ മൂത്ത മകനെ വിടാനൊരു ചെറിയൊരു താല്പര്യക്കുറവ് ഉണ്ടായിരുന്നെന്നാണ് ഞാൻ കേട്ടത്. എത്രയൊക്കെയാണെങ്കിലും ഞാൻ പോകണമെന്ന് അറിഞ്ഞപ്പോൾ എന്താണെന്ന് എനിക്ക് മുഴുവനും മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാനൊന്ന് ചിന്തിച്ചപ്പോൾ 3 ചേട്ടന്മാരുണ്ട്, ഒരു പെങ്ങളുണ്ട്. തീർച്ചയായിട്ടും ദൈവം എന്നെ ഇതിലേക്ക് കൊണ്ടേ എത്തിക്കും എന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. അതിനൊക്കെ തുടർന്നിട്ടാണ് ഞാൻ ഈ ഒരു ദൈവവിളി സ്വീകരിക്കുന്നത്. ഇതിനെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എനിക്ക് പ്രാർത്ഥന വേണമെന്നായിരുന്നു. കാൽവരി ആശ്രമത്തിൻ്റെ ആ പള്ളിയിൽ വന്നിരുന്ന് നിരന്തരമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെയുള്ള കുരിശുണ്ട്, വലിയൊരു കുരിശ്. ആ കുരിശ് രൂപത്തിലേക്ക് നോക്കി ഞാൻ ഒത്തിരി ദൈവവുമായിട്ട് സംസാരിക്കുന്ന ഒരു സന്ദർഭം എനിക്കുണ്ടായിട്ടുണ്ട്. അത് ഒത്തിരി എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ നടന്ന് മോഡൽ ബോയ്സ് സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെ പൂരപ്പറമ്പിൽ ഒരു മാവിന് ചുവട്ടിൽ ഒരു കുഷ്ഠരോഗി ഇരിപ്പുണ്ടായിരുന്നു. അതെന്നെ ഏറ്റവും അധികം എന്നും അദ്ദേഹം യാചന നടത്തും, എന്തെങ്കിലും തരണമെന്ന്. എൻ്റെ കയ്യിൽ 10 പൈസ വീട്ടിൽ നിന്ന് തന്നു വിടില്ല. അപ്പോൾ അവിടെ ഒരു ചോറും പാത്രം മാത്രമേ ഉണ്ടാവുകയുള്ളൂ.
ആ ചോറും പാത്രത്തിലെ ചോറ് കൊടുക്കാൻ ഒരു വൈമനസ്യം, ഉച്ചയ്ക്ക് വിശന്നാൽ ഞാൻ തലകറങ്ങി വീഴില്ലേ എന്ന് വിചാരിച്ച് എന്നൊക്കെയുള്ളൊരു ബാലിശമായിട്ടുള്ളൊരു ചിന്തയൊക്കെ എന്നിലുണ്ടായിരുന്നു. പക്ഷേ അത് ഒരു ദിവസം ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു പോയപ്പോൾ അന്ന് അവിടെ ആ കുഷ്ഠരോഗിയില്ല. പിറ്റേ ദിവസം നോക്കിയപ്പോൾ കുഷ്ഠരോഗിയില്ല. പക്ഷെ പിന്നെ പരീക്ഷയുടെ ദിവസമായിരുന്നു. ഞാൻ ആ പരീക്ഷയുടെ ദിവസം ഇങ്ങനെ കടന്നു പോകുമ്പോൾ അയാൾ ഇങ്ങനെ കൈ നീട്ടുന്നു. ഞാൻ ഇടം വല നോക്കിയില്ല, എന്തായാലും ഇത് ഞാൻ കൊടുത്തേ പറ്റൂ എന്ന് വിചാരിച്ച് തന്നെ ഞാൻ ചോറും പാത്രത്തിൽ ചോറെടുത്ത് അദ്ദേഹത്തിൻ്റെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന്. ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഉദിച്ചു വന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ചരിത്രം വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ കുഷ്ഠരോഗിയെ ആ ഫ്രാൻസിസ് ഏത് രീതിയിലാണ് അദ്ദേഹത്തിലുള്ള വിശുദ്ധി ദൈവത്തെ കണ്ടുമുട്ടാൻ അദ്ദേഹം പരിശ്രമിച്ചത്, ആ കാര്യം എന്നെ വളരെയധികം സ്പർശിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കി. ഇത് ഞാൻ അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് മറ്റൊരു ചിന്തയുണ്ടായിരുന്നില്ല. എനിക്കിതുപോലൊരു കപ്പൂച്ചിനച്ഛനാകാൻ എൻ്റെ ഈ ജീവിതത്തിൽ സാധിക്കണമേ എന്നുള്ളൊരു യാചനയായിരുന്നു. അതിനെ തുടർന്നിട്ടാണ് ഞാൻ സെമിനാരിൽ ചേരാനൊക്കെ താല്പര്യമെടുത്ത് പോയത്. ഈ ഒരുപക്ഷെ കപ്പൂച്ചിൻ വൈദികരാൽ അല്ലെങ്കിൽ സ്വാധീനിക്കപ്പെട്ട ഒരാൾ, വീടിൻ്റെ അടുത്ത് കപ്പൂച്ചിൻ ആശ്രമം ഉണ്ടായതുകൊണ്ട് ആ ആശ്രമത്തിൻ്റെ ഒരു ഓരം പറ്റി നടന്ന് ഒരു വലിയ സ്വാധീനം ഉണ്ടായ ഒരാൾ അങ്ങനെ കപ്പൂച്ചിൻ സഭയിൽ ചേർന്നു. അപ്പോൾ അച്ഛൻ 2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഒന്ന്, സ്കൂളിൽ നേരത്തെ എത്തി ക്ലാസ് റൂം ക്ലീൻ ചെയ്യുന്നൊരച്ഛൻ. 2, സ്കൂളിലേക്ക് നടന്നു പോകുന്ന വഴിയരികിൽ കണ്ട കുഷ്ഠരോഗിക്ക് തൻ്റെ കയ്യിലിരുന്ന ചോറും പൊതി ഷെയർ ചെയ്ത ഒരാൾ. ഇതെല്ലാം കാണുമ്പോൾ അച്ഛനിലൊരു വലിയ നന്മ തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് കിട്ടിയതായിരിക്കും. എങ്ങനെ ഈ നന്മയിൽ കൂടുതൽ വളരാൻ കപ്പൂച്ചിൻ വൈദിക പരിശീലനം അച്ഛനെ സഹായിച്ചിട്ടുണ്ട്? വൈദിക പരിശീലനത്തിൻ്റെ സമയത്ത് യഥാർത്ഥത്തിൽ ഞാൻ പഠിക്കാൻ അത്രയും വലിയ കേമനൊന്നായിരുന്നില്ല, ആവറേജ്. അപ്പോൾ ഇതിനിടയിൽ എത്രയൊക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും ജോലിയോ എന്തെങ്കിലും സഹായഹസ്തം കിട്ടേണ്ടടുത്ത് അവിടെ എന്തെങ്കിലും കൊടുക്കാനോ ഞാൻ ഒരു മടിയും കാണിച്ചില്ല. എൻ്റെ ആത്മാർത്ഥതയും അവിടെ എൻ്റെ മുഴുവനും ഞാൻ സമർപ്പിച്ചിട്ടുള്ളൊരു സമയമായിരുന്നു അത്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ഈ വൈദിക പഠനത്തിൻ്റെ സമയത്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എനിക്ക് നന്മ ചെയ്യാൻ സാധിക്കൂ എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. അതും എനിക്ക് പകർന്നു കിട്ടിയ ദൈവം തന്നതും മറ്റുള്ളവരിൽ കണ്ടതായ പല കാര്യങ്ങളും ഞാൻ പഠിച്ച് വിശകലനം ചെയ്ത് അതെൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പകർത്തിയെടുത്ത് അതനുസരിച്ച് ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളുടെ ജീവിത സമയത്ത് ഈ സെമിനാരി പഠനകാലത്ത് പല രീതികളിലും പല സ്ഥലങ്ങളിലും പോയി പല ശുശ്രൂഷകളും, മെഡിക്കൽ കോളേജ്, ആദിവാസി, ഫിഷർ ഫ്ലോക്ക്, മറ്റ് വില്ലേജ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഓരോ എക്സ്പീരിയൻസിലൂടെയൊക്കെ ഞങ്ങൾക്ക് കടന്നു പോകാൻ സാധിച്ചപ്പോൾ ഞാൻ കൂടുതലായിട്ട് കുടുംബങ്ങളെയാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. അന്ന് പഠിക്കുന്ന കാലത്തും പ്രത്യേകിച്ച് കോട്ടയം തിയോളജി സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു നാൽപ്പാത്തിമല എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ നാൽപ്പാത്തിമലയിൽ പോയി എല്ലാ വീടുകളും, ആ ഒരു വാർഡിലുള്ള എല്ലാ വീടുകളിലും, പാവപ്പെട്ടവൻ്റെയും ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും എല്ലാവരുടെയും വീടുകളിലും പോയി ഞാൻ സന്ദർശിച്ചിരുന്നു. ഒരു വീടും വിട്ടിരുന്നില്ല. വീടുകൾ സന്ദർശിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ മക്കൾ കാണുമ്പോൾ ചിലപ്പോൾ ദാരിദ്ര്യം ഉണ്ടാവും, ചിലപ്പോൾ വഴക്കുകളുണ്ടാവും, ചിലപ്പോൾ രോഗാവസ്ഥയിൽ കിടക്കുന്നവരുണ്ടാവും. ഇവരെല്ലാവരും കാണുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഓരോ വീടുകളും കയറി ഇറങ്ങി പോരുന്നതിന് മുമ്പ്, തിരിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ആ കുടുംബത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങി പോരാറ്. അപ്പോൾ എനിക്കത് അച്ഛനായില്ലെങ്കിൽ അന്ന് എനിക്കതൊരു സംതൃപ്തി നൽകിയൊരു സമയമായിരുന്നു. ഞാൻ ആ കാലഘട്ടങ്ങളിൽ ഓരോ കുടുംബത്തെക്കുറിച്ചും പഠിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത്. ഏറ്റവും കൂടുതൽ എനിക്ക് അനുഭവം ഉണ്ടാക്കിയത് 40 വർഷമായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലോ 5 കുട്ടികളുണ്ടായിരുന്നു. 5 കുട്ടികൾ തമ്മിലോ സംസാരിക്കാത്ത ഒരു കുടുംബത്തിലേക്ക് എനിക്ക് പോകാൻ ഇടവന്നു. അവിടെ ചെന്നപ്പോൾ ഇളയ കുട്ടി കിണറ്റിൽ ചാടാനായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിന്നിരുന്നത്. അപ്പോൾ ഇതിനെ തുടർന്നിട്ട് മാതാപിതാക്കൾ തമ്മിൽ സംസാരിച്ചിരുന്നില്ല. പക്ഷെ അയൽപ്പക്കത്തുള്ള ആരോ കണ്ട് അതിൽ നിന്നും പിന്തിരിക്കാൻ വേണ്ടി പരിശ്രമിച്ചിരുന്നു. ആ സമയത്താണ് ഞാൻ അതിലൂടെ ക്രോസ് ചെയ്ത് പോകുന്നത്.
അപ്പോൾ ആ കുടുംബത്തെ ഞാൻ ഒന്നും മനസ്സിലാക്കിയില്ല. അവിടെ ചെന്നപ്പോൾ അന്തരീക്ഷം എല്ലാം വളരെ മൂകതയായിരുന്നു. ഇവർ തമ്മിൽ സംസാരിക്കുന്നില്ല. ഒരു പ്രത്യേക ഒരു അന്ധകാരം നിറഞ്ഞ ഒരു വീട് എന്നതുപോലെയാണ് ഞാൻ കണ്ടത്. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ ആ രൂപിയെ എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചു. കുട്ടിയോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരൊന്നും മിണ്ടുന്നില്ല. ഞാൻ ഇപ്പോൾ ഓരോരുത്തരെ വിളിച്ച് അവരോരോരുത്തരായിട്ട് സംസാരിച്ചു. ഏകദേശം ഒരു 3-4 മണിക്കൂറോളം ഇവരെ ഓരോരുത്തരായിട്ട് ഞാൻ പോയിരുന്ന് സംസാരിച്ച് അവരെ കേട്ടുകൊണ്ടിരുന്നു. സംസാരിക്കുന്ന കൂടുതൽ അവരെ കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ അവസാനം ഇന്ന് എന്തെങ്കിലും ആഹാരം പാകം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മകള് അവിടെ ഇരുന്നിട്ട് എന്തോ കറി അടുക്കളയിൽ ചെയ്യണ കണ്ടു. ഞാൻ ആ കറിയിൽ കുറച്ച് കൊണ്ടുവരാൻ പറഞ്ഞു ഒരു പ്ലേറ്റിൽ. എന്നിട്ട് ഈ അപ്പനെയും അമ്മയും വിളിച്ചു. എങ്കിലും അപ്പൻ വരുന്നില്ല. അമ്മ വരാമെന്ന് പറഞ്ഞു. ഈ മൂത്ത മകളും മറ്റുള്ളവരും, മൂത്ത മോള് വന്നില്ല. പക്ഷെ ബാക്കി എന്നാലും ഞാൻ ഇവരെ വീണ്ടും വിളിച്ച് അവരെല്ലാവരെയും ആ ഒരു 7-7:30 സമയത്ത് അവിടെ ഇരുത്തി അവരോട് ഈ മകളോടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവളധികം പ്രാർത്ഥിച്ചില്ലെങ്കിലും ഞാനും കൂട്ടത്തിൽ പ്രാർത്ഥിച്ച് ആ ഭക്ഷണം അവരുടെ ഇടയിൽ വിളമ്പിക്കൊടുക്കാനും അത് അവരൊരുമിച്ച് ഞാനും കൂടി ഇരുന്ന് ഭക്ഷിക്കാനൊക്കെ തുടങ്ങി. പിറ്റേ ദിവസം ആ കുടുംബത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ കയറി ചെല്ലാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിനെ തുടർന്നിട്ട് കൂടെ വിസിറ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് അവർ മാതാപിതാക്കൾ തമ്മിൽ സംസാരിച്ചില്ലെങ്കിലും മാതാപിതാക്കൾ മക്കളോടും എല്ലാവരോടും അങ്ങനെ സംസാരിച്ച് ഒരു ചെറിയൊരു ദൈവത്തിൻ്റെ ഒരു വഴിവെളിച്ചം അവരുടെ ഉള്ളിലേക്ക് കൊടുക്കാൻ സാധിച്ചു. ഇന്ന് ആ കുടുംബം കാര്യം അപ്പനും അമ്മയൊക്കെ മരിച്ചു പോയെങ്കിലും ഓരോ മക്കളും ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയെങ്കിലും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അത്രയെങ്കിലും. അപ്പോൾ എനിക്കത് വലിയൊരു ടച്ചിങ് ആയിരുന്നു. എന്തുകൊണ്ട് ഒരു അച്ഛനായി കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി. ഇപ്പോൾ 40 വർഷത്തോളം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഭാര്യയും ഭർത്താവും. അപ്പോൾ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും ആ കുടുംബത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിന് തീർത്തും അവർക്ക് സഹായകമാകുന്ന രീതിയിൽ ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം എന്നിൽ ജനിച്ചു. അങ്ങനെയാണ് ഞാൻ അച്ഛൻ പറയുന്ന അച്ഛൻ്റെ വാക്കുകളിൽ തന്നെ വളരെ വ്യക്തമാണ്. ഒരുപക്ഷെ കപ്പൂച്ചിൻ സഭയിലുള്ള വ്യത്യസ്തമായ പരിശീലന രീതി, അതിൽ തന്നെ നിങ്ങൾക്ക് വിവിധ അനുഭവങ്ങൾ നൽകുന്ന, അച്ഛൻ പലത് പറഞ്ഞു, ഒരു മുക്കൂറായിട്ടുള്ള സഹോദരങ്ങളുടെ ഇടയിൽ, ആദിവാസി മേഖലയിൽ താമസിക്കുന്നവരുടെ ഇടയിൽ, അങ്ങനെ വിവിധ ശുശ്രൂഷ മേഖലകളിൽ കടന്നു പോകാൻ കിട്ടിയ അവസരം അച്ഛനെ സഹായിച്ചു എന്നാണ് അച്ഛൻ പറയുന്നത്. എൻ്റെ ഒരു ചോദ്യം, എത്ര വർഷമാണ് അച്ഛൻ ഈ വൈദിക പരിശീലനം കപ്പൂച്ചിൻ സഭയിൽ? 13 വർഷമാണ്. 13 വർഷത്തെ പരിശീലനത്തിന് ശേഷം അച്ഛൻ വൈദികനായി. ഏത് വർഷമാണ് അച്ഛൻ എത്ര വർഷമായെന്ന് പറഞ്ഞു, പക്ഷേ ഏത് വർഷമാണ് വൈദിക? 1997 ജനുവരി 2-ാം തീയതിയാണ് എനിക്ക് പട്ടം. 1997 ജനുവരി 2-ാം തീയതി മാർ ജെയിംസ് പഴയറ്റിൽ നിന്നും പട്ടം. ഇരിഞ്ഞാലക്കുട മുൻപിതാവ്. ആ വൈദികനായ ഒരു ദിവസം, കാരണം ഞാൻ ഇതെല്ലാം ഇങ്ങനെ ചോദിക്കുന്നത്, ഒന്ന് അച്ഛന് വൈദികനാവാൻ പോകുന്നതിന് മുമ്പേ, പരിശീലനത്തിന് മുമ്പേ തന്നെ ഒരു നന്മയുടെ വെളിച്ചം ജീവിതത്തിലുണ്ട്. കപ്പൂച്ചിൻ സഭ തീർച്ചയായിട്ടും അത് കുറച്ചുകൂടെ ആളിക്കത്തിച്ചതാണ് അച്ഛൻ. ഇപ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ എക്സ്പീരിയൻസ് തന്നെ അച്ഛൻ പറയണ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. വൈദികനായ ആ ഒരു നാളുകൾ, ഇത്രയും ഒരുക്കത്തിലൂടെ കടന്നു വന്ന വൈദികനായ ഒരു ദിവസം, അതിനെക്കുറിച്ച് അച്ഛൻ്റെ മനസ്സിൽ എന്താ തോന്നുന്നത്? അന്ന് മനസ്സും ഹൃദയം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എൻ്റെ സ്വപ്നം അവിടെ വിടർന്ന പോലെ, ദൈവത്തിൻ്റെ ആഗ്രഹം അവിടെ നടന്നതുപോലെ തന്നെ എനിക്ക് തോന്നി. അതായത് അന്നേ ദിവസം ഒത്തിരി ജനം വന്ന് എൻ്റെ ഈ തിരുപ്പട്ടത്തിന് വന്ന് നിന്നപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി ചിന്ത, ഞാൻ ആരാണ്, എങ്ങനെയാണ് എന്നെ ദൈവം കരം പിടിച്ച് ഈ ഒരു യോഗ്യതയിലേക്ക് കയറ്റിയത്. എന്നിൽ നന്മയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് മുമ്പിൽ നന്മ ഒന്നുമല്ലല്ലോ, വെറും വട്ടപൂജയല്ലേ. പക്ഷേ ദൈവം അങ്ങനെ അയോഗ്യന എന്നെ യോഗ്യതയിലേക്ക് കരം പിടിച്ചുയർത്തിയ ഒരു വലിയൊരു സമയമായിരുന്നു ആ തിരുപ്പട്ടം. അത് നിറമനസ്സോടുകൂടി തന്നെയാണ് എനിക്ക് ആ തിരുപ്പട്ടത്തിൻ്റെ ദിവസം ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസം വേറൊരു അച്ഛൻ്റെ, അതായത് എൻ്റെ കൂടെ പഠിക്കുന്ന സഹോദരൻ്റെ പട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ആ പോകുന്ന സമയം വരെ എനിക്ക് നിറയെ സമ്മാനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ജനം തരുന്നുണ്ടായിരുന്നു. ഞാൻ വിവിധ സ്ഥലങ്ങളിൽ
ഇങ്ങനെ റീജൻസി കാലഘട്ടങ്ങളിലൊക്കെ വർക്ക് ചെയ്ത് അവിടെ നിന്ന് എല്ലായിടത്തുനിന്നും ഈവൻ ആദിവാസികൾ വന്ന് തലേ ദിവസം വന്ന് എൻ്റെ വീട്ടിൽ കൂടുകയും അവരുടേതായ രീതിയിൽ വീട്ടുമുറ്റത്തും അവിടെയൊക്കെ ആയിട്ട് അവർ ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നി. അത് ഞാൻ തീർത്തും അഭിമാനിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അച്ഛൻ്റെ വാക്കുകളും കണ്ണുകളും വളരെ ക്ലിയറാണ്. കാരണം ദൈവത്തിൻ്റെ വലിയൊരു ഹിതം നിറവേറ്റിയതിൻ്റെ ഒരു സന്തോഷവും ആ ഒരു ആനന്ദവും ഒക്കെ ഉണ്ട്. എൻ്റെ ഒരു ചിന്ത, വീട്ടിൽ ഒരു പക്ഷേ പഠിക്കാത്തതും വീട്ടിലെ കുട്ടികൾ കാണിച്ച കുസൃതിക്കൊക്കെ അപ്പൻ വഴുക്ക് പറയാൻ ശരിയായി നിൽക്കുന്ന ഒരു മൊമെൻറ്റിൽ കോളിംബെല്ലടിച്ച് വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു വൈദികൻ വീട്ടിലുണ്ടാക്കുന്ന സമാധാനത്തിൻ്റെ ഒരു വലിയ അന്തരീക്ഷമാണ് അച്ഛനെ സ്വാധീനിച്ച ഒരു കാര്യമെന്നാണ് അച്ഛൻ പറഞ്ഞത്. വൈദികനായ പീറ്ററച്ചന് ഇത്തരത്തിലൊരു സ്വാധീനമാകാൻ പറ്റുന്നുണ്ടോ? 100% ഇന്ന് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പം ഈ ഒരു 9 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒരു തോമസ് തോപ്പിൽ എന്ന് പറഞ്ഞ അച്ഛൻ, കപ്പുച്ചൻ അച്ഛൻ ഫാമിലി അപ്പോസ്റ്റലേറ്റിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. 30 വർഷക്കാലം അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. പക്ഷെ അച്ഛൻ്റെ ഒരു പ്രോഗ്രാമിൽ ഞാൻ പോയി അറ്റൻഡ് ചെയ്യാൻ ഞാൻ അച്ഛനോട് ചോദിച്ച് അറ്റൻഡ് ചെയ്തു. അത് ദമ്പതികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്. അച്ഛൻ എന്താ അവിടെ ചെയ്യണമെന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയതാണ്. കാരണം അന്ന് എൻ്റെ അടുത്തേക്ക് ഒത്തിരി ദമ്പതികൾ കൗൺസിലിങ്ങിനായിട്ട് വന്നിരുന്നു. അന്ന് എനിക്ക് എന്താ കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ മുഴുവനും. ഞാൻ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കൗൺസിലിംഗ് അന്ന് കാലത്തൊന്നും പഠിച്ചിരുന്നില്ല അധികം. അപ്പോൾ അച്ഛനെ കൂടുതൽ കേൾക്കാനൊക്കെ സാധിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ചെന്ന് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാമിൽ പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാനല്ല, എനിക്ക് തന്നെ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ മാറാനായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ അവതരിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇതിനെ തുടർന്നിട്ടാണ് ഞാൻ അച്ഛനോട് ചോദിച്ച് ഈ പ്രോഗ്രാമിൽ ഒന്ന് സംബന്ധിച്ചെങ്കിലും എനിക്ക് ഈ ഒരു പ്രോഗ്രാം ഏതെങ്കിലും രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ കൊണ്ടുപോകണം, ജനങ്ങളിലേക്ക് കൂടുതൽ ഇത് എത്തിക്കണം എന്നുള്ളൊരു തീരുമാനമായിട്ട് ഞാൻ നീങ്ങിയത്. ഈ 4 വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഏകൻ ദമ്പതി ദർശന ധ്യാനം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എനിക്കത് ഓർഗനൈസ് ചെയ്യാൻ സാധിച്ചു. 47 മണിക്കൂറുകൾ നീളുന്ന ഈ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ വന്ന ദമ്പതികളായിരിക്കില്ല തിരിച്ചു പോകുമ്പോൾ അവരുടെ ഹൃദയത്തിലും അവരുടെ ജീവിതത്തിലുള്ളതെന്ന് തിരിച്ചറിയാൻ സാധിച്ചു. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നടന്നിട്ടാണ് അവരിൽ ഒരു നവചൈതന്യം തിരിച്ച് അവർക്ക് ആഘോഷിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ദമ്പതി ധ്യാനത്തിൻ്റെ പ്രത്യേകതകളും ദമ്പതി ധ്യാനത്തിൻ്റെ അച്ഛൻ നടത്തിയ അനുഭവങ്ങളും ഒക്കെ കൂടുതലായിട്ട് നമുക്ക് അറിയാൻ താല്പര്യമുണ്ട്. പക്ഷേ അതിനു മുമ്പ് ഒറ്റ ചോദ്യം, എന്താണ് ഈ ഏകം എന്നുള്ളൊരു പേരിന് കാരണം? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും അവർ ഏക ശരീരമായി തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം യോജിപ്പിച്ച ഈ ഒരു ബന്ധം മനുഷ്യന് വേർപെടുത്താനാകില്ല എന്ന് 19:6 പറയുന്നുണ്ട്. ഞാൻ ഇത് കൂട്ടിച്ചേർത്താണ് ഈ ഏകം എന്ന് പറയുന്ന ഈ ഒരു ഫാമിലി പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. കേൾക്കും, വളരെ സന്തോഷം. കാരണം നമ്മൾ ആരും ചിന്തിക്കാത്ത ഒരു ഡയമെൻഷനിലാണ് മനോഹരമായൊരു പേരിൻ്റെ ഒരു പശ്ചാത്തലം അച്ഛൻ വ്യാഖ്യാനിച്ചപ്പോൾ സത്യം ഒരു കത്തോലിക്ക സഭയുടെ കുടുംബജീവിതത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും കാതലായിട്ടുള്ളൊരു കാര്യം. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛനൊരു വൈദികനായതിനു ശേഷം കപ്പുച്ചിൻ സഭയിൽ വിവിധ ശുശ്രൂഷാ മേഖലകളിൽ പോയിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകാൻ നമുക്ക് സമയമുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ എങ്കിലും ഏതൊക്കെ തലങ്ങളിലാണ് അച്ഛനെ കോൺഗ്രിഗേഷൻ ചുമതലപ്പെടുത്തിയത്, അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ്സ് എവിടെയൊക്കെയായിരുന്നു? ഞാൻ ആദിവാസികളുടെ ഇടയിൽ നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നത് സാധാരണ മെമ്പേഴ്സായിട്ട്. എനിക്ക് അല്പം അവിടെ ജോലി ചെയ്യുമ്പോൾ നടുവിന് ഒക്കെ പ്രശ്നങ്ങളൊക്കെ വന്നതിനെ തുടർന്നിട്ട് കുറച്ച് റെസ്റ്റൊക്കെ വേണ്ടിയിരുന്നു. പക്ഷേ ആ സമയത്തിനുള്ളിൽ ഞാൻ കുറച്ച് കൗൺസിലിംഗ് കോഴ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് കൗൺസിലിംഗ് രംഗത്ത് ഞാൻ കുറച്ച് വർക്ക് ചെയ്തു. പിന്നെ റീജൻസി കാലഘട്ടത്തിലെ ബ്രദേഴ്സിന് അവർക്ക് വേണ്ടിയുള്ള പ്രോഗ്രാം സെറ്റപ്പ് ചെയ്യുന്നതിൽ പ്രൊവിൻഷ്യലച്ചൻ എന്നെ നിയമിച്ചു. അങ്ങനെ അതിൽ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റി. പിന്നെ പാരിഷുകളിൽ ഞാൻ പോയി നിൽക്കാറുണ്ടായിരുന്നു.
ഇടവക തലത്തിൽ. അവിടെ പോയി പല അച്ഛന്മാർക്ക് പകരമായിട്ടാണ് ശുശ്രൂഷ ചെയ്യാറ്. ഇതിൽ താന, ബോംബെയിലുള്ള താന, മുംബ്ര, ടിക്കുജിനിവാടി, വർത്തക് നഗർ, ഇങ്ങനെ 4 പാരിഷുകളിലെ പാരിഷ് പ്രീസ്റ്റായിട്ട് കുറച്ച് കാലം സേവനം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ ഏകൻ ദമ്പതി ദർശന ധ്യാനം തുടങ്ങിയത്. ഇതിനിടയിൽ ഫ്രാൻസിസ്കൻ ആത്മായ സഭയുടെ ഡയറക്ടറായിട്ട് ഇരിഞ്ഞാലക്കുട രൂപതയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു KFFU, കേരള ഫ്രാൻസിസ്കൻ ഫാമിലി യൂണിയൻ എന്ന് പറയുന്നതിന് ഇരിഞ്ഞാലക്കുട രൂപതയിൽ തുടക്കം കുറിക്കാനും എനിക്ക് സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷം. കാരണം അച്ഛൻ ഇത് ഓരോന്ന് പറയാൻ കേൾക്കുമ്പോഴും ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ വലിയ ദൈവാനുഗ്രഹമുള്ള ആളാണ്. കാരണം ഒത്തിരി വിവിധ മേഖലകളിൽ അച്ഛന് ശുശ്രൂഷ ചെയ്യാൻ ദൈവം അവസരം തന്നു. അച്ഛൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആദിവാസികളായ നിലമ്പൂരിൽ അല്ലേ, ആദിവാസികളായ സഹോദരങ്ങളുടെ ഇടയിൽ, അതിനുശേഷം ഒരു മുഖ്യരായിട്ടുള്ള തീരദേശ മേഖലകളുടെ ഇടയിൽ, അതിനുശേഷം ബോംബെക്ക് പോയി മറ്റൊരു ഭാഷാ സംസ്കാര സാഹചര്യങ്ങളിൽ ചെയ്യാൻ വേണ്ടി, പിന്നെ അൽമായ സഭയോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള വലിയൊരു സാഹചര്യം. ഈ ബോംബെയിലൊക്കെയാണെങ്കിൽ ഇടവക വികാരിയായി നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ പറ്റിയത്. തിരിച്ചു വന്ന് ഇന്ന് ഇപ്പോൾ ഈ കുടുംബത്തിൻ്റെ ശുശ്രൂഷ മേഖലകളിലേക്ക് ഒരു ധ്യാനവും ഒക്കെ ഉണ്ടാക്കുന്ന ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ദൈവം അച്ഛനെ അതുപോലെ കരുതുന്നുണ്ട്, ദൈവം അതുപോലെ അനുഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു കാര്യം. ഞാനൊരു പെട്ടെന്നൊരു ചിന്ത അവസാനിപ്പിക്കുന്നിടത്ത് എൻ്റെ മനസ്സിൽ വരുന്നത്, ഒരുപക്ഷെ 30, 35, 40 വർഷങ്ങൾക്കൊക്കെ മുമ്പ് അച്ഛൻ്റെ വീട്ടിൽ വാതിലിൻ്റെ കതകെ മുട്ടി അല്ലെങ്കിൽ കടന്നു വരുന്ന ഒരു വൈദികനെ കൈകൂപ്പി സ്വീകരിക്കുന്ന തൻ്റെ സ്വന്തം പിതാ അല്ലെങ്കിൽ കൈകൂപ്പി സ്വീകരിക്കുന്ന അച്ഛൻ്റെ അപ്പച്ചനെ കുറിച്ച് അച്ഛൻ പറയുകയുണ്ടായി. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ, തീർച്ചയായിട്ടും മറ്റുള്ളിടത്തും അങ്ങനെ ആയിരിക്കാം, കേരളത്തിൽ എല്ലാവരും ഒരു വൈദികനെ കാണുമ്പോൾ കൈ കൂപ്പുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നും തീർത്തും അത് പോയിട്ടില്ല. പക്ഷേ എങ്കിലും ഇന്ന് ധാരാളം കുറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവർ എല്ലാവരും വൈദികനെ കാണുമ്പോൾ കരം കൂപ്പേണ്ടത് അത് വൈദികൻ്റെ ജീവിതം കൊണ്ടാണ് അത് സാധ്യമാക്കേണ്ടത്, വൈദികൻ്റെ ജീവിത സാക്ഷ്യം കൊണ്ടാണ് അത് സാധ്യമാക്കേണ്ടത്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു വലിയ ഒരു കൃപ അച്ഛൻ ഇന്നുണ്ട്. അത് തീർച്ചയായിട്ടും കെടാതെ മുന്നോട്ട് പോകണം. അച്ഛൻ്റെ അത്തരം ജീവിതാനുഭവങ്ങൾ അതിനച്ഛനെ സഹായിച്ചിട്ടുണ്ട്. ആ അനുഭവങ്ങൾ അടുത്ത എപ്പിസോഡിൽ അച്ഛൻ പറയണം. നമുക്ക് ഈ ഒരു ആദ്യ എപ്പിസോഡ് അവസാനിപ്പിക്കണം. ആദ്യ എപ്പിസോഡിൽ ശാലോം ടിവിയുടെ ജോഷുവ പ്രോഗ്രാമിൻ്റെ ഈ അച്ഛനോടൊപ്പമുള്ള 1ാമത്തെ എപ്പിസോഡിൽ അച്ഛൻ്റെ സാന്നിധ്യത്തിന് വളരെ തുറന്ന പങ്കുവെക്കലുകൾക്ക് ഏറെ നന്ദി. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ.